Hello, welcome to Henry Academy Tech Here episode 1. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് യൂസ് ചെയ്ത് എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് തയ്യാറാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇവിടെ പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നത്. നമ്മൾ പവർ പോയിന്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നോക്കൂ, ഇഷ്ടംപോലെ തീംസ് ഉണ്ട്. നമുക്ക് ഏത് തീം വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മുടെ പ്രസൻറ്റേഷൻ അനുസരിച്ച്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷനാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഇതിൽ ക്ലിക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ഓപ്പൺ ആയിട്ട് വന്നു. അതിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ്. ഇനി ഏതാണോ നമ്മുടെ പ്രസൻറ്റേഷൻ, നമ്മൾ എന്താണോ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, ആ പ്രസൻറ്റേഷൻ്റെ മാറ്ററിന് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടൈറ്റിൽ ഇവിടെ കൊടുക്കണം. ഓക്കെ, ഞാനിവിടെ പ്രസൻറ്റേഷൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, മൈ ഫസ്റ്റ് പ്രസൻറ്റേഷൻ. അതുപോലെ ഒരു ഡേറ്റും കൊടുത്തിട്ടാണ്. ഇതാണ് എൻ്റെ സബ് ടൈറ്റിലും അതുപോലെ ടൈറ്റിലും. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ എന്താ കൊടുത്തിരിക്കുന്നത്, പ്രസൻറ്റേഷൻ്റെ ടൈറ്റിൽ. ഓക്കെ, ഇനി എനിക്ക് ഒരു പുതിയൊരു സ്ലൈഡ്, ഇനി വേറൊരു സ്ലൈഡും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെനു ബാറിലേക്ക് പോകുന്നു. അവിടെ ഇൻസേർട്ട് എന്നുള്ള മെനു കാണുന്നുണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ സബ് മെനൂസിൽ നിന്നും ന്യൂ സ്ലൈഡ് എന്നുള്ളൊരു മെനു കാണുന്നുണ്ടോ, അത് ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു മെനുവിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ സ്ലൈഡ്സ്, നമ്മുടെ ഓഫീസ് തീംസ് കിട്ടും. അതിൽ നമുക്ക് എന്താണോ വേണ്ടത്, എങ്ങനെയുള്ള സ്ലൈഡാണോ വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ലൈഡ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഈ ഒരു പാറ്റേണിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനത് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എന്താ കാണുന്നത്, ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ. ഒരു ടൈറ്റിൽ ആഡ് ചെയ്യാൻ നോക്ക്. അതിനായിട്ട് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്കിവിടെ കൊടുക്കാം. പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കൂ, ഇതിൻ്റെ ഹെഡിങ് ടൈറ്റിൽ എനിക്ക് സൈസ് ഒന്നുകൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഹോം എന്നുള്ള മെനുവിലേക്ക് പോയി അവിടെ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പോപ്പപ്പ് ഉണ്ട്. അത് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് മാറ്റാം. അതിന് ശേഷം കളർ ചൂസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഇപ്പോൾ എന്തായി, നമുക്ക് 2 സ്ലൈഡുകൾ കിട്ടിയല്ലേ. ഈ 2 സ്ലൈഡും എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കാണുക എന്നതിനെ കുറിച്ച് നമുക്കറിയാനായിട്ട് മെനുവിലേക്ക് പോയി സ്ലൈഡ് ഷോ എന്നുള്ളൊരു മെനു സെലക്ട് ചെയ്യാം. അതിൽ ഇഷ്ടംപോലെ സബ് മെനൂസ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെനു എന്താ, ഫ്രം ബിഗിനിങ് തൊട്ട് കാണണം, സ്റ്റാർട്ടിങ് സ്ലൈഡ് തൊട്ട് കാണണം എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അന്നേരം നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ് വന്നു. അതിനുശേഷം നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്ലൈഡ് വന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ചെറിയൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യണമെന്ന് കരുതൂ. ഫയൽ എടുക്കുക, സേവ് എന്നുള്ള ബട്ടൺ കൊടുക്കുക, അതിൽ ബ്രൗസ് ചെയ്യുക, ലൊക്കേഷൻ ബ്രൗസ് ചെയ്യുക. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. അവിടെ മൈ പ്രസൻറ്റേഷൻ 2 ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. അത് സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. പ്രസൻറ്റേഷൻ 2 എന്നുള്ള ഫയൽ അവിടെ സേവ് ആയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രസൻറ്റേഷൻ ആ ഫയലൊന്ന് ഓപ്പൺ ആയി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുപോലെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മറക്കരുത്.
താങ്ക് യു.